ഇപ്പോൾ അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും ശബരിമല സോപാനത്ത് നിന്നും ചേരുകയാണ്. അരുണും മിഥുൻ രണ്ടുപേരും സോപാനത്ത് തന്നെ നിന്ന് മകരവിളക്കും മകരനക്ഷത്രവും കണ്ടിരിക്കുന്നു. ഇവരുടെയും മുഖത്ത് ആ ഒരു പ്രസാദം കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ശബരിമല സോപാനത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കണ്ടുതൊഴാൻ ആയിരങ്ങൾ ഇപ്പോൾ സോപാനത്തേക്ക് എത്തുകയാണോ? പറയൂ. ഗൗതം, ആത്മസംതൃപ്തിയുടെ ഭക്തി നിർവൃത്തിയുടെ എല്ലാ പാരമ്യത്തിലാണ് ഭക്തജനങ്ങൾ. വാക്കുകൾക്ക് അതീതമാണ്. മണിക്കൂറുകൾ എണ്ണി നിമിഷങ്ങൾ എണ്ണി ഇന്ന് ദിവസം മുഴുവൻ കാത്തിരുന്ന ആ ഒരു ഭക്തിയുടെ പൂർണ്ണതയിലേക്ക് സന്നിധാനം എത്തിയിരിക്കുന്നു. ഭക്തർ എത്തിയിരിക്കുന്നു. ആത്മനിർവൃത്തിയോടുകൂടി അയ്യനെ തൊഴുകയാണ്. അയ്യനെ ഒരു നോക്ക് കാണുകയാണ്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞ ആ സമയം സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള വിളികൾ മാത്രം അന്തരീക്ഷത്തിൽ അലയടിക്കുകയായിരുന്നു. ഭക്തിയുടെ വാക്കുകൾക്ക് അതീതമായ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുകയായിരുന്നു ഈ ഒരു നിമിഷം. ഇന്ദ്രനീല മിഴികളോടെയുള്ള ആ രൂപം ഒന്ന് കാണുക. ആ ഒരു കാത്തിരിപ്പാണ് ഇനി ഭക്തർക്കുള്ളത്. എന്തായാലും മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഭക്തരൊക്കെ തന്നെയും ഇറങ്ങുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ ഇറങ്ങണിഞ്ഞുകൊണ്ട് ഭഗവാനെ എന്നുള്ള ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളിയിലുണ്ട് ഭക്തന്റെ ഭക്തി എത്രത്തോളമാണ് അയ്യപ്പസ്വാമിയോടുള്ളത് എന്നുള്ള ആ ഒരു കാഴ്ചയാണ്. അത് നമ്മൾ അനുഭവിച്ചറിയുകയായിരുന്നു. എല്ലാവരും ഒരേപോലെ നാഭിയിൽ നിന്നും സ്വാമിയെ ശരണമയ്യപ്പ എന്ന മകരവിളക്ക് തെളിഞ്ഞപ്പോൾ ആ വിളിച്ച ആ വിളിയിൽ എത്രത്തോളം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിലെത്തി തന്നെയാണ് അല്പസമയങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നു. എന്തായാലും തീർത്ഥാടകരെ പരമാവധി പമ്പയിലേക്ക് സുരക്ഷിതമായി എത്തിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്നു. എന്തായാലും ആ കാത്തിരിപ്പ്, ഒരു വർഷം നീണ്ട ആ കാത്തിരിപ്പ്, ആ ഒരു ദർശന സാഫല്യം ഭക്തർക്കൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ അയ്യനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഫ്ലൈ ഓവർ കടന്നു വരുന്ന ഭക്തജനങ്ങൾ പന്തളം രാജാവിന്റെ ആഗ്രഹ സമർപ്പണത്തിന്റെ സാഫല്യത്തിന്റെ ഒരു വർഷത്തിൽ അയ്യപ്പസ്വാമിയെ വീരയോദ്ധാവായി മണികണ്ഠസ്വാമിയെ തന്റെ പകരെ വളർത്തുന്നതിനെ കാണണമെന്നുള്ള ആ പന്തളം രാജാവിന്റെ ആഗ്രഹ സഫലീകരണത്തിന്റെ നിമിഷങ്ങളിൽ കൂടിയാണ്. ഒരു വൈകാരികമായിട്ടുള്ള ഭക്തിയുടെയും വൈകാരിക തീവ്രതയുടെയും ഒക്കെ ഒരു അനുഭവങ്ങളിലൂടെയാണ് സന്നിധാനം കടന്നത്. തീർച്ചയായും ആ രാജപ്രൗഢിയോടെയുള്ള ആ യാത്ര എന്തായാലും ഭക്തരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങളിലേക്ക് ഏതായാലും അല്പസമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തായാലും ആ ഒരു നിമിഷം വന്നെത്തിയ ആനന്ദ നിർവൃതിയിലാണ് ഭക്തസഹസ്രങ്ങളൊക്കെ. തീർച്ചയായിട്ടും മകരജ്യോതി ആ പുണ്യ മുഹൂർത്തത്തിൽ ദർശിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം തിരുവാഭരണം ചാർത്തി ഭഗവാനെ ദർശിക്കാനുള്ള അവസരവും കിട്ടി. തീർച്ചയായിട്ടും ഇതൊരു ജീവിതത്തിലെ അത്യപൂർവ നിമിഷമാണെന്ന് മാത്രമല്ല, ഒരു വർഷത്തേക്കുള്ള ആത്മവിശ്വാസം ഏതൊരു വിശ്വാസിക്കും ലഭിക്കുന്ന അയ്യപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന അവസരമാണ്. ഈ അവസരത്തിൽ കേരളമെമ്പാടും വിശ്വാസികൾ, ലോകമെമ്പാടും ദീപം തെളിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ അയ്യപ്പ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി ജനം ടി വിയുടെ പ്രേക്ഷകർക്കും മകരസംക്രമ ആശംസകൾ നേരുന്നു. സ്വാമി ശരണം. അതിനാണ് എല്ലാവരും ഭക്തരൊക്കെ തന്നെയും 41 ദിവസം നീണ്ട ആ വ്രതാനുഷ്ഠാനങ്ങൾ, ആ കലിയുഗത്തിന്റെ ആ ശക്തി ചൈതന്യം ആ ശ്രീകോവിലിൽ കാണുന്ന ആ രൂപത്തിലേക്ക് ഒരു വർഷത്തേക്കുള്ള ജീവിതത്തിന്റെ ആത്മവിശ്വാസമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും അയ്യപ്പസ്വാമിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഓരോ ഭക്തരും. ആ ഒരു സമർപ്പണത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പൂർത്തീകരണം, ഇനിയുള്ള ഒരു വർഷത്തേക്കുള്ള ആത്മവിശ്വാസത്തിന്റെ തുടക്കം, അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ 18 മലകൾ അടങ്ങുന്ന പൂങ്കാവനം, അങ്ങ് എരുവേലിയിൽ തുടങ്ങുന്ന ആ പൂങ്കാവനം, ആ പൂങ്കാവനത്തിലൂടെയുള്ള ആ തിരുവാഭരണ ഘോഷയാത്ര അങ്ങ് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ, വലിയ നടപ്പന്തലിലേക്ക് എത്തുമ്പോൾ, അങ്ങ് പൊന്ന് 18-ാം പടി കയറുമ്പോൾ, തത്വമസിപ്പൊരുളായ ആ ഭഗവാന് മുന്നിലേക്ക് എത്തുമ്പോൾ, ആ ശ്രീകോവിലേക്ക് ആ തിരുവാഭരണം എത്തുമ്പോൾ, തിരുവാഭരണം ചാർത്തിയുള്ള ആ ദീപാരാധന നടക്കുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ലാതെ എന്താണ് ഭഗവാന്റെ ആ മന്ത്രം? ശബരീശ സന്നിധി ഒന്നാകെ, അയ്യന്റെ പൂങ്കാവനം ഒന്നാകെ മാറിയിരിക്കുകയാണ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ മുദ്ര ധരിച്ചെത്തിയ ആ ഭക്തരുടെ ആ മനസ്സിൽ നിന്നും ആ ഖണ്ഡത്തിൽ നിന്നും ഉയരുന്ന ആ ശരണം വിളി, അതുതന്നെയാണ് ഭക്തനും ഭഗവാനും ഒന്നാകുന്ന ഈ സന്നിധിയിലേക്ക്
ഏറ്റവും മനോഹരമായ, ഏറ്റവും ഹൃദ്യമായ, ഏറ്റവും മനോഹരമായുള്ള ആ കാഴ്ചകൾ. മനസ്സും ശരീരവും അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ ആശ്രയിക്കുന്നവർക്കെല്ലാം അനുഗ്രഹ വർഷം ചെയ്യുന്ന ആ ഭഗവാന് മുന്നിലേക്ക് സന്തോഷം സമർപ്പിക്കുന്നു, സങ്കടം സമർപ്പിക്കുന്നു, ജീവിതം തന്നെ ഒന്നാകെ സമർപ്പിക്കുകയാണ് അയ്യപ്പസ്വാമിക്ക്. എല്ലാം അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഓരോ ഭക്തനും. അതിന്റെ തുടക്കമാണ് കഴിഞ്ഞ വർഷത്തെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണങ്ങളുടെ, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങളുടെ ഒക്കെ സമർപ്പണമാണ്. ഇനിയുള്ള പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഓരോ ഭക്തനും അവരുടെ ജീവിതം. എന്നാലും രാജപ്രൗഢിയോടെ ഭഗവാൻ അങ്ങനെ ഇളകുകയാണ് ആ സന്നിധിയിൽ, ആ ശ്രീകോവിലിൽ, പൊന്നു ശ്രീകോവിലിൽ, ആ മാമല മുകളിലേക്ക്, ആ ശ്രീകോവിലേക്ക് ഇനി എത്തുക എന്നുള്ളതാണ് ആ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മകനായി പണി കഴിപ്പിച്ച ആ തങ്ക ആഭരണങ്ങൾ, ആ ആഭരണങ്ങൾ ചാർത്തിയുള്ള ആ ദീപാരാധന കണ്ട് ആ ഭക്തസഹസ്രങ്ങൾ ഇങ്ങനെ മലയിറങ്ങുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ്. നിർവൃത്തിയോടുകൂടിയാണ് ഓരോ ഭക്തനും തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കാണുന്നത്, തിരികെ മലയിറങ്ങുന്നത്. അത് നമ്മൾ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ വാക്കുകൾക്ക് അതീതമാണ്, അനുഭവിച്ചറിയേണ്ടതാണ്. ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങിയ ഈ സന്നിധിയിൽ ഒരു നിമിഷം നിന്ന് ആ ഭക്തരോടൊപ്പം നിന്ന് ഭക്തിയുടെ ആ പാരീഖ്യത്തിലേക്ക് നമ്മളും എത്തിയപ്പോൾ അത് വാക്കുകൾക്ക് അതീതമാണ്. ആത്മനിർവൃത്തി ഓരോ ഭക്തന്റെ മുഖത്തു നിന്നും വായിച്ചറിയാവുന്നതായിരുന്നു. ശബരിമല സോപാനത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും. ഇപ്പോൾ പൊന്നു 18-ാം പടി കടന്ന് ഭക്തലക്ഷങ്ങൾ തിരുവാഭരണ വിഭൂഷിതനായ മണികണ്ഠനെ കാണാനായി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. ശബരിമല സന്നിധാനമാകെ ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് 3 തവണ മിന്നിമറഞ്ഞു. ഒപ്പം മകരനക്ഷത്രവും. ഈ അസുലഭമായ കാഴ്ച കണ്ട് നിർവൃതി അടഞ്ഞ് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ഇന്നിപ്പോൾ മലയിറങ്ങുകയാണ്. ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ച് ഒരു മണ്ഡലകാലം മുതൽ അടുത്ത മണ്ഡലകാലം വരെയാണ് ഒരു വർഷം എന്നതായി അടയാളപ്പെടുത്തുന്നത്. ഇതാ മറ്റൊരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തിയാവുകയാണ്. ഇനി 5 ദിവസങ്ങൾ കഴിഞ്ഞാൽ ശബരിമല നട കുരുതിക്കും അതോടൊപ്പം പന്തളം രാജപ്രതിനിധിയുടെ ദർശനത്തിനും ശേഷം അടയ്ക്കുകയായി. അന്ന് മാത്രമാണ് തിരുവാഭരണ പേടകങ്ങൾ തിരികെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിക്കുക. തിരികെ പോകുന്ന വേളയിൽ പെരുന്നാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഭക്തരെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം ശബരിമല ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ളൊരു ക്ഷേത്രമാണ്. പന്തളം രാജാവ് പെരുന്നാട് ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടാണ് ശബരിമലയിലെ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് ഐതിഹ്യബലം. ഈ പശ്ചാത്തലത്തിലാണ് തിരുവാഭരണ പേടകങ്ങൾ തിരികെ ഘോഷയാത്രയായി പോകുന്ന ഘട്ടത്തിൽ പെരുന്നാട് ക്ഷേത്രത്തിൽ തിരുവാഭരണങ്ങൾ ഇറക്കി പൂജിക്കുന്നുവെന്ന് മാത്രമല്ല അവിടുത്തെ വിഗ്രഹത്തിൽ അവ ചാർത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം ശബരിമല ക്ഷേത്രത്തിൽ യുവതികൾ പ്രവേശിക്കാറില്ല. അതിനാൽ തന്നെ യുവതികൾക്ക് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദർശനം ലഭിക്കുന്ന ക്ഷേത്രം കൂടിയാണ് പെരുന്നാട്. അതിനാൽ തിരിച്ച് തിരുവാഭരണം പോകുന്ന വേളയിൽ അങ്ങനെ ഒരു ആചാരാനുഷ്ഠാനം കൂടി നടന്നു വരുന്നു. എന്തായാലും ഇപ്പോൾ ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുകയാണ്. തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിന് വേണ്ടി ഭക്തലക്ഷങ്ങൾ ഈ മകരവിളക്കിന് ശേഷം ഇപ്പോൾ സോപാനത്തേക്ക് എത്തുന്നതിൻ്റെ തിരക്കാണ് സ്വാഭാവികമായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ശബരിമല സന്നിധാനത്തും സോപാനത്തും മാത്രമല്ല പമ്പയിലെ തന്നെ ഹിൽ ടോപ്പിലും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ വഴി എത്തുന്ന പരമ്പരാഗത കാനനപാതയായ പുല്ലുമേട്ടിലും അട്ടത്തോട്ടിലും പാഞ്ചാലിമേട്ടിലുമൊക്കെ ആയിരങ്ങൾ മകരവിളക്ക് കാണുന്നതിനായി ഒത്തുകൂടിയിരുന്നു. അവരെല്ലാം ഇപ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്നും തിരികെ സുരക്ഷിതമായി അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതിനായുള്ള തിരികെ യാത്ര ആരംഭിക്കുന്ന വേളയാണ്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് അങ്ങനെ പരിസമാപ്തി കുറിക്കുകയാണ്.